യുഎസിന്റെ ഭീഷണിയും ഇസ്രായേലിന്റെ ആക്രമണവും തുടരുന്ന പശ്ചാത്തലത്തിലാണ് ഇറാന്റെ പരമോന്നത നേതാവ് തന്റെ സുപ്രധാന അധികാരങ്ങൾ ഇറാൻ സൈന്യത്തിന്റെ സുപ്രീം കൗൺസിലിന് കൈമാറിയതെന്ന് റിപ്പോർട്ടുകളിൽ പറയുന്നു. അതേസമയം ഇറാനിൽ മുതിർന്ന സൈനിക കമാൻഡർമാർ ഒന്നിനു പിറകെ ഒന്നായി കൊല്ലപ്പെടുന്ന പശ്ചാത്തലത്തിൽ സ്മാർട്ട് ഫോണുകൾ കൈവശം വയ്ക്കരുതെന്ന് ഉദ്യോഗസ്ഥരോട് ഇറാൻ അധികൃതർ നിർദ്ദേശിച്ചിട്ടുണ്ട്. ലബനനിലെയും സിറിയയിലെയും പോലെ പേജർ വാക്കി ടോക്കി സ്ഫോടന പരമ്പര നടത്തിയ മൊസാദ് അതിലും വലുത് ലക്ഷ്യമിടുന്നുവെന്ന വാർത്തകൾക്കിടയിലാണിത്. ഇറാനിയൻ ഖതം അൽ അൻബിയ ആസ്ഥാനത്തിന്റെ കമാൻഡറായ മേജർ ജനറൽ അലി ഷഡേമാനിയെ ചൊവ്വാഴ്ച ഇസ്രായേൽ പ്രതിരോധ സേന കൊലപ്പെടുത്തിയിരുന്നു. വെള്ളിയാഴ്ച ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മുൻ ചീഫ് ഓഫ് സ്റ്റാഫ് ഗുലാം അലി റാഷീദിന് പകരക്കാരനായിട്ടായിരുന്നു അദ്ദേഹം നിയമിതനായത്. ഇറാനിൽ മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥർ ഒന്നിനു പിറകെ ഒന്നായി കൊല്ലപ്പെട്ടതിന് ശേഷം ഇസ്രായേൽ തങ്ങളെ ട്രാക്ക് ചെയ്യുമെന്ന ഭയം ഒഴിവാക്കാനാണ് മൊബൈൽ ഫോണുകളോ സ്മാർട്ട് ഫോണുകളോ കൈവശം വയ്ക്കരുതെന്ന് ഇറാൻ ഉന്നത ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയത്.